എൻ്റെ ഏട്ടനോട് ഞാൻ ഇക്കാര്യം ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഏട്ടൻ ആദ്യം ഒന്നും ബാഡടിച്ചത് കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു മൈൻഡിൽ എന്നോട് പറഞ്ഞായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് ഗെയിമിൻ്റെ കൂടി അങ്ങനെ IT ഫീൽഡിനോടും കുറച്ച് താല്പര്യമുള്ള ഒരു ഇതിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാക്ബുക്കിൽ വരാൻ തീരുമാനിച്ചു. ഞാനൊരു ആപ്ലിക്കേഷൻ നോക്കി അങ്ങനെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് വന്നത്. മാക്ബുക്കിൽ ഒരു 10:30 വരെ ഞാൻ മാക്ബുക്കിൽ ഇരുന്നിട്ടുണ്ടാവും. രാത്രി 10:30? അതെ, രാത്രി 10:30 വരെ. എനിക്ക് അന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു വയസ്സിൽ ഞാൻ 10:30 വരെ ഇരുന്ന് ഈ ഒരു ടൈമിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മാക്ബുക്കിൽ ഏതാണ്ട് എല്ലാം സെൽഫ് ലേണിംഗ് ആണ്. അപ്പൊ സെൽഫ് ലേണിംഗ് ആണ് ബെറ്റർ. സൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ല, സൊല്യൂഷൻ എത്തുന്നതാണ് മാക്ബുക്ക് എന്നെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മളോട് ഉള്ളത് പ്രദുലാണ്. പ്രദുല് നമ്മുടെ മാക്ബുക്കിന്ന് ഫ്ലട്ടറിന്റെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ നല്ല പാക്കേജിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആളാണ്. ആളുടെ എക്സ്പീരിയൻസ് മാക്ബുക്കിൽ വന്നത് മുതൽ ഇപ്പോൾ പ്ലേസ്ഡ് ആയത് വരെ ഏതാണ്ട് 2 കമ്പനിയോളം വർക്ക് ചെയ്തു. നല്ല പാക്കേജിലാണ് ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം പ്രദുൽ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടി, എങ്ങനെയായിരുന്നു മാക്ബുക്കിലേക്ക് വന്നത്? ഞാൻ ഡിഗ്രിക്ക് പോയായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ബേസിൽ ഇങ്ങനെ ഡിഗ്രി 3 കൊല്ലം ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ BBA ആണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഏട്ടനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഏട്ടനൊന്നും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ലോക്കിൻ്റെ ഷോപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ ലോക്കിൻ്റെ ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് 2 മാസം അങ്ങനെ നിന്നപ്പോഴാണ് നീരജ് സാറെ കണ്ടുപിട്ടുന്നത്. അപ്പോൾ നീരജ് സാർ എന്നോട് ജസ്റ്റ് ചോദിച്ചായിരുന്നു, ഇങ്ങനെ നീ ഇങ്ങനെ മാക്ബുക്കിലേക്ക് വരുന്നു, കോഡിംഗ് എല്ലാം ഇതുണ്ടോ, കോഡിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ബേസിൽ ഞാനിങ്ങനെ എനിക്ക് ഗെയിമിൻ്റെ കൂടെ അങ്ങനെ IT ഫീൽഡിനോടും കുറച്ച് താല്പര്യമുള്ള ഒരു ഇതിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാക്ബുക്കിൽ വരാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഏട്ടനോട് ഞാൻ ഇക്കാര്യം ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഏട്ടൻ ആദ്യം ഒന്നും ബാഡടിച്ചായിരുന്നു. ബാഡടിക്കാൻ റീസൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ എനിക്കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു മൈൻഡിൽ എന്നോട് പറഞ്ഞായിരുന്നു. ഈ ഒരു ബേസിൽ ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് മനസ്സിലാക്കി. അതെ, ഈ ഒരു ബേസിൽ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ എന്നോട് ചോദിച്ച് ഇത് പറ്റിയില്ല, അതോ ഇനി അടുത്ത കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അതിന്റെ ബേസിൽ വേറെ എന്തെങ്കിലും ഡിഗ്രി അതായത് BBA കഴിഞ്ഞിട്ട് അതിന്റെ പരമായിട്ട് പോയാൽ പോലെ അതിന്റെ പരമായിട്ട് പോയപ്പോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഇനി പിന്നെയും പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വർക്കിന്റെ കാര്യത്തിൽ പോകാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ ഇങ്ങനെ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് വർക്കിന് തന്നെ കയറാന്നുള്ളൊരു മൈൻഡിൽ തന്നെ എൻ്റെ ഏട്ടനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് മനസ്സിലായ ബേസിൽ ഞാനിങ്ങനെ മാക്ബുക്കിലേക്ക് പോയി. അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ മാക്ബുക്കിൽ എത്തിയത്. അപ്പോൾ മാക്ബുക്കിൽ അതെ ഏട്ടന്റെ സപ്പോർട്ട് ഉണ്ട്. ഏട്ടന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എങ്ങനെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ഈ ടെക് ഫീൽഡിനെ കൊണ്ടുള്ള പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിച്ച്? ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ആപ്ലിക്കേഷൻ്റെ എല്ലാം ഇതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിൽ ഏട്ടൻ പറഞ്ഞു ഇന്നെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ചോദിച്ചു. ഒരു ആപ്ലിക്കേഷൻ ഇന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമെന്നല്ല, അത് നമുക്ക് ശ്രമിക്കാം, പക്ഷെങ്കിൽ എന്തായാലും ഞാൻ ഒരു ജോബ് ആക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങുമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞായിരുന്നു. ഈരോട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു റിക്വസ്റ്റ് ഞാൻ എൻ്റെ ഏട്ടനോട് ചോദിക്കുന്നത്. അപ്പോ ഏട്ടൻ പറഞ്ഞു ഓക്കെ എന്നാ നീ അത് എടുത്തു. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ലാബും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതിന് കോഡിങ്ങിന് ആവശ്യമായ ലാപ്പെല്ലോ ചൂസ് ചെയ്യണുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് എൻ്റെ ഏട്ടന്റെ ബേസിലാണ് എനിക്ക് ഇത് സെറ്റ് ആക്കുന്നത്. അങ്ങനെ ഞാൻ മാക്ബുക്കിലേക്ക് പോയി. അപ്പോൾ അതും കഴിഞ്ഞ് അങ്ങനെ മാക്ബുക്ക് പോയമ്പാട് ഇങ്ങനെ കയറിയമ്പാട് ഫസ്റ്റ് തന്നെ അവിടെ ഫൗണ്ടേഷൻ ആയിരുന്നു. ഇങ്ങനെ HTML and CSS പിന്നെ C അതെല്ലായിരുന്നു പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലട്ടറിലേക്ക് കയറിയത്. അപ്പം ഫ്ലട്ടർ കുറച്ച് ഇങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്ക് കുറച്ച് ബാഡായിരുന്നു. C പഠിച്ച് പിന്നെ അങ്ങനെ വേറെ ലാംഗ്വേജിലേക്ക് ചാടുമ്പോൾ കുറച്ച് പ്രയാസം തോന്നി. എങ്ങനെ ഈ C പ്രോഗ്രാമിംഗ് ആണോ HTML ആണോ ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചല്ലേ? ഓക്കെ, എന്നിട്ട് എങ്ങനെ ഫ്ലട്ടർ ആണ് എങ്ങനെ ചൂസ് ചെയ്തത്? കാര്യം കുറെ സ്റ്റാക്ക് ഇല്ല, മേൺ ഉണ്ട്, പൈത്തൺ ഉണ്ട്, എന്തുകൊണ്ട് ഫ്ലട്ടർ എടുത്തത്? എനിക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ ഒരു ആദ്യമേ ഈ ആപ്ലിക്കേഷൻ നോക്കി വന്നതാണ്. അതെ, ഞാനൊരു ആപ്ലിക്കേഷൻ നോക്കി അങ്ങനെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് വന്നത്. ഈ ഒരു ബേസിൽ ഞാൻ ഫ്ലട്ടർ ഇങ്ങനെ ചൂസ് ചെയ്ത്. പിന്നെ വെച്ചാൽ ഗൂഗിൾ ഉണ്ടാക്കിയ ഒരു ബേസിൽ ഇതിന്റെ ബേസിലാണ് എനിക്ക് ഫ്ലട്ടർ ഒന്നും കൂടി ഫ്യൂച്ചറിൽ അത് ഇതായി വരുന്നു തോന്നിയായിരുന്നു. ഈ ഒരു ബേസിലാണ് ഞാൻ ഫ്ലട്ടർ ചൂസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലട്ടറിന്റെ ബേസിൽ ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ നിന്നായിരുന്നു. അതിന്റെ ബേസിൽ മാക്ബുക്ക് കുറെ ടാസ്കുകൾ നിന്നായിരുന്നു. അപ്പോൾ ഓരോ ടാസ്ക് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓരോ ഇഷ്യൂ എല്ലാം അടിച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് ക്യാമറയല്ലോ ഇങ്ങനെ ഒരു മൊബൈൽ ക്യാമറ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, അതായത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക എങ്ങനെയാണ്, അതാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി. പക്ഷെങ്കിൽ എന്റെ ബാക്കിലുള്ള കുറച്ച് സ്റ്റുഡന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ളത് ടഫ് ആയിട്ട് തോന്നിയായിരുന്നു. എനിക്കത് സിമ്പിൾ ആയിട്ട് തോന്നി. അതെ, പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഇങ്ങനെ ഇത് പിന്നെ എനിക്ക് ഇതിലേക്ക് കയറണം തന്നെ, ഇങ്ങനെ ഒരു കോഡർ ഡെവലപ്പർ ആവണം തന്നെ എനിക്കൊരു ഇത് വന്നു. ഏതായിരുന്നു ടഫായ സിറ്റുവേഷൻ? സിമ്പിൾ ആയ സിറ്റുവേഷൻ ക്യാമറ ആണെന്നല്ലേ?
ടഫായ സിറ്റുവേഷൻ? ടഫായ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ മിനി പ്രോജക്റ്റ് ഞാൻ ചാറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ബാക്ക് എൻഡ് ഞാൻ ഇങ്ങനെ ഫയർ ബേസ് വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് ഇഷ്യൂസ് അടിച്ചിരുന്നു. അതായത് ചാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഞാനും സാറും ഇപ്പോൾ ചാറ്റ് ചെയ്യുന്നത്, അപ്പോൾ ബാക്ക് എൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ വരില്ലേ. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ അടിച്ചായിരുന്നു. ബേസിൽ ഞാൻ ഇങ്ങനെ മാക്ബിക്കിൽ ഒരു 10:30 വരെ ഞാൻ മാക്ബിക്കിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പം 10:30 വരെ രാത്രി 10:30? അതെ രാത്രി 10:30 വരെ. രാത്രി 10:30 വരെ ഇരുന്ന് എനിക്ക് അന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബേസിൽ ഞാൻ 10:30 വരെ ഇരുന്ന് ടൈമിന് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ 10:30 അല്ല 10 മണി വരെ ഇരുന്ന് 10:30ക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ ട്രെയിനിൽ കയറിയാണ് നാട്ടിലെത്താൻ പറ്റും. പിന്നെ വെച്ചാൽ ഇങ്ങനെ മോർണിംഗ് ആണ് ട്രെയിൻ ഉള്ളൂ. ബേസിൽ എനിക്ക് എന്റെ ഒരു മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ 10 മണിക്ക് തന്നെ സോൾവ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് മാക്ബുക്ക് ക്ലോസ് ചെയ്തത്. ഞാൻ തന്നെയാണ് മാക്ബുക്ക് ക്ലോസ് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോ റഹ്മാൻ സാറ് എന്നോട് ഞാൻ തന്നെ റഹ്മാൻ സാറെ വിളിച്ചങ്ങോട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോ റഹ്മാൻ സാറും പിന്നെ ജംഷിദ് സാറും ഉണ്ടായിരുന്നു. ജംഷിദ് സാറാണ്. അപ്പോ ജംഷിദ് സാറ് ഓരോ ഇഷ്യൂ എല്ലാം അങ്ങനെ വരുമ്പോ ഞാനാണ് സാറോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. അപ്പൊ സാറ് പറഞ്ഞു എന്നോട് ചോദിച്ചിട്ട് കാര്യം, നീ എന്നെ ഇത് ക്രിയേറ്റ് ചെയ്യണോ? അപ്പോ മാക്ബിക്കിൽ ഏതാണ്ട് എല്ലാം സെൽഫ് ലേണിംഗ് ആണ്. അപ്പൊ സെൽഫ് ലേണിംഗ് ആണ് ബെറ്റർ. ഓക്കെ, ഇപ്പൊ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ല, എങ്ങനെയാണ് സൊല്യൂഷൻ എത്തുന്നതാണ് മാക്ബിക്ക് എന്നെ പഠിപ്പിച്ചത്. മാക്ബിക്ക് പഠിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ ഓരോ ഇഷ്യൂ വരുമ്പോ എനിക്കത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ അതിനെനിക്ക് വേറെ ഒരാളെ ഹെൽപ്പിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഞാനിപ്പോ ഉള്ള കമ്പനി വെച്ചാൽ ഞാൻ ആദ്യം ഒരു കമ്പനിയിലേക്ക് കയറിയായിരുന്നു. അപ്പോ അവിടുന്ന് വേറൊരു കമ്പനിയൊക്കെ ചാടി ഇപ്പൊ ഒരു ടീം ലീഡ് ആയിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോ എന്റെ അണ്ടറിൽ, അതായത് എന്റെ മേലോട്ടേക്ക് എനിക്ക് ഡൗട്ട് ചോദിക്കാൻ ആരുമില്ല. അത് ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇങ്ങനെ ഈ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ടീം ലീഡ് ആയതുകൊണ്ട്. അതെ. താഴെ 2 ഡെവലപ്പേഴ്സ് ആണ്. അവരെ വിളിച്ചിട്ടില്ല. ഓക്കെ. മിനി പ്രോജക്റ്റ് ചാറ്റിംഗിന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. മിനി പ്രോജക്റ്റിന്റെ അകത്ത് എങ്ങനെ ഈ ലൈറ്റ് ഡാർക്ക് മൂഡ്, പിന്നെ അതിൽ ഞാൻ പ്രൊവൈഡർ അങ്ങനെ സ്റ്റേറ്റ്മെന്റ്, അത് ഓരോരുത്തർ ബേസിലാണ് ഉണ്ടാവുക. അതിന്റെ അത് ക്യാമറേന്റെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ അങ്ങനെ പ്രൊഫൈൽ കൊണ്ടുവരുന്നത് അതൊക്കെയാണ്. പിന്നെ മെയിൻ പ്രോജക്റ്റ് ഇ-കൊമേഴ്സിന്റെ ആണ് ചെയ്തത്. അപ്പോ അതിന്റെ ഇ-കൊമേഴ്സിന്റെ ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്ന റീസൺ എന്ന് വെച്ചാൽ എങ്ങനെ അതിന്റെ ബാക്ക് എൻഡ് തന്നെ മാക്ബിക്കിന്റെ ഒരു ഡെവലപ്പറാണ് ചെയ്തത്. അപ്പോ ഈ ഒരു ബേസിൽ എനിക്ക് എങ്ങനെ നമ്മൾ ജസ്റ്റ് എങ്ങനെ ഗൂഗിളിന്റെ ബേസിലല്ല, നമ്മള് ഓരോ API ഗൂഗിളിന് എടുത്തിട്ടാണ് ചെയ്യാറ്. അതായത് നമ്മളെ ഇൻഹൗസ് ടീമിന്റെ API ആണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഇ-കൊമേഴ്സിന്റെ അത് കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് API കോൾ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാന്നുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ടീം വർക്കും പഠിക്കാൻ പറ്റിയില്ല. അതെ അതെ. എങ്ങനെയുണ്ട് മാക്ബിന്റെ മെത്തേഡ്? എങ്ങനെയുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് വീക്കിലി ടാസ്ക് അത് സബ്മിറ്റ് ചെയ്യാൻ, എന്നിട്ട് പാസ്സായാൽ മാത്രം അടുത്ത ആഴ്ച പോവാ. ഓക്കെ, ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഞാൻ ഇതിന്റെ ഒന്നും ഇത് ചെയ്തായിരുന്നില്ല, ഷെഡ്യൂളൊന്നും ഞാൻ നോക്കിയായിരുന്നില്ല. അപ്പോ ബേസിൽ എങ്ങനെ ആദ്യം തന്നെ ഒന്ന് സ്ലോ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി അതിൽ ഞാൻ നിന്നൊരു കാര്യമില്ല, അതിന്റെ ഇതിൽ നിന്നാൽ തന്നെ ഇങ്ങനെ ആദ്യം ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നല്ലേ, അങ്ങനെ പോയാൽ പറ്റൂല. ഈ ഒരു മന്ത്ലി 6 മന്ത് കോഴ്സ് ആണ്, അതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ചെയ്തൊരു ബേസിൽ ഞാൻ അങ്ങനെ ഈ ടാസ്കിന്റോടൊപ്പം പോയി. അപ്പോ ഈ ഒരു ടാസ്കിന്റോടൊപ്പം പോയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി. അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തൊക്കെയാണ് വീട്ടിൽ പരിപാടിയെല്ലാം? എന്റെ വീട്ടില് അച്ഛനും അമ്മയും പിന്നെ എനിക്ക് 2 ഏട്ടന്മാരും കൂടി ഉണ്ട്. അതെ. അപ്പോ ഏട്ടന്റെ ബേസിൽ എനിക്ക് അങ്ങനെ ഏട്ടന്മാരാന്ന് തന്നെ എല്ലാം ചെയ്തത്. ഓക്കെ. അപ്പോ ഡാഡിന് ഇങ്ങനെ സോഡിൽ തന്നെ കുറവായതുകൊണ്ട് ഡാഡി ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. പിന്നെ മമ്മിയും വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 ഏട്ടനാണുള്ളത്. അപ്പോൾ 2 ഏട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരേട്ടൻ ഗൾഫിൽ, ഒരേട്ടൻ നാട്ടിലാണ്. അപ്പോ എന്റെ ഒരു ഇതില് ഇങ്ങനെ ഗൾഫിലുള്ള ഏട്ടൻ എനിക്ക് നാട്ടിൽ എത്തിക്കണമെന്നുണ്ട്. അപ്പോ അത് ഞാൻ എന്തായാലും സാധിക്കും. വീടിന്റെ പണി ഇങ്ങനെ പോകുന്നുണ്ട്, ഓരോ വർക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം വീടിന്റെ പണിയും കൂടി ചെയ്ത് തീർക്കണം നല്ല ആഗ്രഹമുണ്ട് ഫ്യൂച്ചറിൽ. അപ്പൊ അതെല്ലായിട്ട് കാണിച്ചു കൊടുക്കണം, നാട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് കോഡിങ് ജീവിതം? എങ്ങനെയുണ്ട് കോഡിങ് എന്ന് വെച്ചാൽ വൈബല്ലേ, വേറെ എന്താ. ഞാനിപ്പോ ട്രിപ്പിന് പോയായിരുന്നു കാശ്മീർ. അപ്പൊ എന്റെ കമ്പനിക്കാരിൽ ഇങ്ങനെ ട്രിപ്പിന് പോയതിന്റെ കേസിൽ അവർ ജോബൊക്കെ ഇങ്ങനെ അവിടെ പോസ് ചെയ്തിട്ടാ വന്നത്. ജോബ് ലീവ് എടുത്തിട്ടാണ് അവരൊക്കെ ജോബ് ലീവ് എടുത്തിട്ടാണ് വന്നത്. ഞാനാണെങ്കിൽ ലാപ്പ് എടുത്തിട്ട് ഞാൻ കാശ്മീരിൽ പോയി. അവിടെ നിന്ന് 1.5 hour ഇങ്ങനെ കോഡും ചെയ്ത്
ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. അതായത് ഈ കോഡിംഗ് എന്ന് പറയുന്നത് ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ട്രിപ്പിന് പോകുന്ന ലാപ്പ് എടുത്തിട്ട് പോയി. ലാപ്പ് എടുത്തിട്ട് പോയി, അവിടെ തന്നെ വർക്കും ചെയ്തു. ഈ ഒരു എൻജോയ്മെന്റ് എനിക്ക് ഞാൻ അതിന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ട്രെയിനിൽ നിന്നല്ലോ കോഡ് ചെയ്യുന്ന. അതെ അതെ, പിള്ളമാരിലെ ലീവ് ഷെയർ എടുത്തിട്ട് ചെയ്തതല്ലേ. ബാക്കി എല്ലാവരും ലീവ് എടുത്തിട്ട് പോയി. ഇനി അതിന്റെ കൂടെ ജോബ് എടുത്തല്ലേ. കോഡിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ, നല്ലൊരു ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ലേറ്റ് നൈറ്റ് ആണോ, എങ്ങനെയാണ്, മോർണിംഗ് ആണോ? മോർണിംഗ് എനിക്ക് ഈവനിങ് അതിന് ശേഷമാണ് കോഡിങ്ങിന്റെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം വെച്ചാൽ മോർണിംഗ് ആകുമ്പോൾ വീട്ടിലുള്ള ആളാവും, നൈറ്റ് ആകുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പൊ റിമോട്ട് വർക്ക് അല്ലേ, അപ്പൊ നൈറ്റ് ആകുമ്പോൾ ഒരു ഫ്രീഡം പോലെ ആയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ മോഡലായിരിക്കും. എനിക്ക് ലേറ്റ് ആയിട്ട് കോഡിംഗ് ആണ് എനിക്ക് ഇൻട്രസ്റ്റ്. അത് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഏതാ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യത്തെ ഒരു കമ്പനി സ്റ്റാർട്ട് ഇപ്പത്തെ പുതിയ കമ്പനിയിലേക്ക്. അതെ അതെ, ഇപ്പൊ ഏതാ കമ്പനി? എന്താ? ഞാനിപ്പോ കോഡ് ന്യൂസ് എന്നുള്ള ഒരു കമ്പനിയാണ്. കാലിക്കറ്റ്. അതെ അതെ. അപ്പോ അവിടെ ഇപ്പോ ഒരു ടീം ലീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പ്രോജക്റ്റ്? എന്താ അവിടുത്തെ പ്രോജക്റ്റ്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓൾറെഡി ചെയ്തു വെച്ചാണ്, അതിന്റെ അകത്തുള്ള ഇഷ്യൂ സോൾവ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉള്ള പ്രോജക്റ്റ്. ബാങ്കിന്റെ ഒരു മെയിൻ്റെനൻസ്, ബാങ്കിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അതിന്റെ അകത്ത് ഓരോ അപ്ഡേറ്റ് എല്ലാം അങ്ങനെ ഓരോ ഫീച്ചേഴ്സ് എല്ലാം ഏഡ് ചെയ്യുമ്പോൾ നമ്മളെ നോളജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതും ഒരു ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മളിപ്പോ ഇൻസ്റ്റയിലല്ലോ, നമ്മളിപ്പോ ജസ്റ്റ് ഇൻസ്റ്റ യൂസ് ചെയ്യുന്നു. അപ്പൊ അത് നെറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ ഇൻസ്റ്റ കയറില്ല. എന്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒരു മോഡലാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റേക്കാളും കുറച്ച് ബെറ്റർ ആണ് എനിക്ക് കോഡിങ് തോന്നുന്നത്. അതെ, കോഡിങ്ങിന്റെ കൂടെ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാ ഹാപ്പിനെസ് എല്ലാം കോഡിങ്ങിന് ഹാപ്പിനെസ് പോകുന്നത്. മാക്ബിക്കിന്റെ ബേസിൽ ക്വാൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ എന്നാ പ്ലേസ്മെന്റ് ആക്കി തന്നു. അതെന്ന് വെച്ചാൽ അങ്ങനെ ഈ ഇത് കഴിഞ്ഞ പാട്, അതായത് കോഴ്സ് കഴിഞ്ഞ പാട് തന്നെ പ്ലേസ്മെന്റിലേക്ക് കയറാൻ പറ്റിയിരുന്നത്. കോഴ്സ് കഴിഞ്ഞ് ഒരു മാസം അങ്ങനെ ടൈം എടുത്തുള്ളൂ അല്ലേ? അതെ അതെ. അങ്ങനെ പ്ലേസ്മെന്റിന് നമ്മൾ എഫേർട്ട് ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം എന്താ? പ്ലേസ്മെന്റിന് എഫേർട്ട് എന്ന് വെച്ചാൽ എഫേർട്ട് എന്തായാലും ഉണ്ടോ. കാരണം വെച്ചാൽ ഈ ഫസ്റ്റ് ഞാൻ ക്വാൻസിൽ കയറി കഴിഞ്ഞ് എനിക്ക് അവിടെ അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് എല്ലാം ഒക്കെ ചെയ്യാനാണ് അവിടെ കയറിയത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് വേറൊരു കമ്പനിക്ക് ചാടാന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അവിടെ നിന്ന് ഇങ്ങനെ ഈ പേപ്പർ ഇട്ട് മീൻസ് അവിടെ നിന്ന് റിസൈൻ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് വേറെ കമ്പനിയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിന് ഞാൻ കുറെ പോയായിരുന്നു. അതിനുശേഷം ഞാൻ കുറെ കമ്പനിയിലേക്ക് പോയായിരുന്നു. ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോ അത് എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ സൈബർ പാർക്കിൽ പോയതുകൊണ്ട് എനിക്ക് സൈബർ പാർക്കിൽ തന്നെ കിട്ടണം എന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൈബർ പാർക്കിൽ തന്നെ കൊടുത്തിട്ട്, അപ്പോ സൈബർ പാർക്കിൽ ഒരു കമ്പനി എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അവിടെ ഒരു മിഷൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ മിഷൻ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു. അവിടെ പോയിട്ട് വോക്കിംഗ് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഇതിൽ അവിടെ ഞാനും വേറൊരു ചങ്ങായി കൂടി ഉണ്ടായിരുന്നു. അവൻ വയനാടാ. അവനിപ്പം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന് എന്നെ മനസ്സിലാവുമായിരിക്കും. അപ്പോ അവിടുത്തെ എങ്ങനെ ഫസ്റ്റ് അവനായിരുന്നു അവിടെ ഇന്റർവ്യൂനുള്ളത്. അപ്പോ അതിന്റെ ബേസിൽ അവനെ ഫുള്ള് പേടിയായിരുന്നു ഇങ്ങനെ അവരെ കണ്ടപ്പം തന്നെ. കാരണം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ നേരിട്ടൊരു ഇന്റർവ്യൂ ഞാനും പോയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഓൺലൈനായിട്ട് ഞാൻ ഇന്റർവ്യൂ പോയത്. എനക്കും പിന്നെ അവന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനക്കും ഒന്ന് ബേഡായി. അവരോട് പറഞ്ഞ മനസ്സിലാക്കാൻ ഫുള്ള് ഇംഗ്ലീഷ് അതുപോലെ ഫുള്ള് കൺഫ്യൂഷൻ ആയി പോയി. ഓൻ എന്റെ സിറ്റുവേഷൻ, അപ്പൊ ഓൻ എന്നെ ഫുള്ള് ബാഡാക്കിട്ടാണ് ഇതായത്. ഞാനും ഫുള്ള് ബാഡായി പോയി. അതിന്റെ കേസിൽ ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയ ശേഷം ഇത് അവിടെ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് ബാഡായിരുന്നു. പിന്നെ വെച്ചാൽ ഞാൻ ജസ്റ്റ് അവരോട് പറഞ്ഞതിന് ശേഷം അത് നോർമലായി. പിന്നെ അവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് അന്ന് തന്നെ ഈ സൈബർ പാർക്കിൽ വേറൊരു ഇന്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപാട് അവിടുത്തെ വേറൊരു അറ്റൻഡ് ചെയ്തു. അവിടുത്തെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഈ ഫ്ലട്ടറിനെ പറ്റിയിട്ടൊന്നുമല്ല. നമ്മളിപ്പോ റെസ്യൂംസ് എല്ലാം തന്നില്ലേ, ഈ ഒരു ബേസിലാണ് ഇന്റർവ്യൂ. സിവിന്റെ എല്ലാം മാക്ബിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഇന്റർവ്യൂന്റെ തന്നെ പറയുന്നതാണെങ്കിൽ ഓരോ ഇന്റർവ്യൂ ഓരോ മോഡലാണ് ഉണ്ടാവും. അപ്പൊ ഓരോ കമ്പനീന്റെ ബേസിലാണ് ഓരോ ഇന്റർവ്യൂ ഉണ്ടാവുക. മാക്ബിക്കിന്ന് വീക്കിലി ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ജംഷി സാറാണ് ഇന്റർവ്യൂവിന് സെറ്റ് ആകുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ ഫസ്റ്റ് തന്നെ പേടിയെല്ലാം മാറ്റേണ്ട റീസൺ ഈ വോക്കിംഗ് ഇന്റർവ്യൂ അത് മാറ്റാൻ മാക്ബിക്കിന്ന് തന്നെ ഈ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ആ ക്ലാസ്സും പിന്നെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്നെ തന്നെ 2-3 പ്രാവശ്യം തന്നെ ഡെയിലി രാവിലെ തന്നെ അവിടെ നിർപ്പിച്ചിട്ട് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അവിടെ 2-3 ദിവസം നിന്നെങ്കിൽ ഓരോ മോർണിംഗ് ഓരോ ദിവസം ഓരോരുത്തരൊക്കെ ഉണ്ടാവുക. ഞാൻ 3 ദിവസം ഞാൻ തന്നെ അവിടെ നിന്നെങ്കിൽ 3 ദിവസം കമ്മ്യൂണിക്കേഷൻ. അതെ അതെ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തത്. അതിന് മാക്ബിക്ക് എന്നാ സഹായിച്ചു. ഓക്കെ, എങ്ങനെയാ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാക്ബിക്കിലെ പരിപാടി എന്താ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ
കോഡിംഗ് എന്ന് പറയുന്നത് രാവിലെ നമ്മളിപ്പോ ഒരു എൻജോയ്മെന്റ്, നമുക്കിപ്പോ എന്തെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോവാം. ഈ ഒരു ബേസ് ആയിരുന്നു ഒരു എൻജോയ്മെന്റ്. ഫ്രീ ആണ്, പ്രഷർ അതെ. കുക്കറിനുള്ള ഈ ഒരു ടൈമിൽ മാക്ബിക്കിൽ എനിക്ക് ഫ്രീ ആയിരുന്നു, പ്രഷറും കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. ടൈം ചെയ്ത് പോകുന്നോണ്ടായിരിക്കണം. ആ അതായിരിക്കാം. അങ്ങനെ രാവിലെ എത്ര മണിക്ക് എത്തും ഓഫീസിൽ? ഞാൻ ഏതാണ്ട് ഒരു 9 മണി മുമ്പാണ് ഈ ഒരു ടൈമിന് ഓഫീസിൽ. അതെ അതെ. എത്ര മണിക്ക് ഇറങ്ങല്? ഈവനിങ് 5:30 അങ്ങനെ ഇറങ്ങി. പക്ഷെ എനിക്ക് ഓരോ ടാസ്കിലും ഇങ്ങനെ കിട്ടിയിട്ട് അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവുമ്പോൾ ചിലപ്പോൾ 8:30 ലാസ്റ്റ് ഞാൻ പറഞ്ഞത് 10:30 ഈ ഒരു ടൈം വരെ പോയിട്ട്. ഒരു ഡെയിലി സെറ്റപ്പ് അല്ലേ? അതെ അതെ. ഫസ്റ്റ് തന്നെ കോഡിംഗ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിൽ എൻജോയ്മെന്റ് ഈ സ്പീച്ചിന്റെ ഇതിനൊക്കെ ടൈം ഉണ്ടാവും? സ്പീച്ചൊക്കെ മോർണിംഗ് ആണ് ഉണ്ടാവുക. അതിന്റെ ബേസിൽ നമുക്കിപ്പം കുറച്ചും കൂടി സ്കില്ലെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഡെയിലി റുട്ടീൻ അല്ലേ? രാവിലെ 9 മണി പിന്നെ വൈകുന്നേരം ടാസ്ക് തീരുന്ന പോലെ. അതെ അതെ. അപ്പൊ ഇതിൽ ഈ ടൈറ്റ് സിറ്റുവേഷൻ വരൂലേ, അതെങ്ങനെയാ സോൾവ് ചെയ്ത്? ചില ടൈമിൽ ഇത് ഇട്ടേച്ച് പോകാൻ തോന്നിക്ക്, പക്ഷെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ടേച്ച് പോയാൽ അത് പോയത് തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മളിപ്പോ അവിടെ നിന്നുകൊണ്ട് ഞാനിവിടെ എത്തി. ഞാൻ പറയുക നമ്മൾ കുറച്ച് അടങ്ങാറെല്ലാം വരും, പക്ഷെങ്കിൽ അത് നമ്മൾ തരണം ചെയ്യാൻ തന്നെ. എന്താ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ എന്താ ചെയ്യല്? ഫ്രസ്ട്രേറ്റഡ് ആയെന്ന് പറയുമ്പോൾ ലാപ്പ് അവിടെ വെക്കും, ഒന്ന് പുറത്തു പോകും, ജസ്റ്റ് ഒരു മുഖയിലൊന്ന് ഫ്രഷ് ആയി, പിന്നെ ഒന്ന് മൈൻഡ് നോർമൽ ആക്കിനെ പിന്നെയും കോഡിലേക്ക് ചെയ്യും. ഒരു ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അതെ അതെ അതെ. ഓക്കെ, കൂടുതൽ സമയം ബ്രേക്ക് എടുക്കാൻ തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു ഉച്ചവരെ എടുത്തിട്ട് ഇനി ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ചില ടൈമിൽ എനിക്ക് തലവേദന എല്ലാം വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അപ്പോഴും ഒന്ന് ഒരു ഉറക്കം ഉറങ്ങും, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലായി. ഒരു ഉറക്കം ഉറങ്ങും, അത് നോർമലായി കഴിഞ്ഞാൽ. ഈ അധിക ഡെവലപ്പേഴ്സും പറയുന്നത് എനിക്ക് രാത്രി സൊല്യൂഷൻ കിട്ടുക, രാവിലെ ചെയ്ത എറർ എന്താണെന്ന് ഒരിക്കലും ഓർമ്മ, രാത്രി ഉറങ്ങാൻ കിടക്കണം, അയ്യോ അങ്ങനെ ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും സാധനം തോന്നി? അത് സംഭവം ഉള്ളത് തന്നെയാണ്. നമ്മളിപ്പോ നൈറ്റ് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്റെ ഒരു എനിക്ക് മൈൻഡ് ഒന്നും കൂടി ഫ്രഷ് ആകുന്ന തോന്നുന്നു. ഉറക്ക് വരുന്ന ഇപ്പൊ കോഡിൽ ഇരുന്നാണെങ്കിൽ ഉറക്ക് വരുന്നതാണെങ്കിൽ ഇപ്പൊ കോഡിനോട് ഫോക്കസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഉറക്കെല്ലാം പോയി. അതായത് അതിനോട് അങ്ങനെ അലിഞ്ഞു ഈ ഒരു വീസാണ് ഉണ്ടാവുക കോഡിങ്ങിന്റെ. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എനിക്കിപ്പം 21 ഏജ് ആണ്. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ചങ്ങായിമാരെ പറ്റിട്ട് പറയല്ല, എന്നെക്കാട്ടും ഇങ്ങനെ ഏജുള്ള ചങ്ങായിമാരുണ്ട്. അവർന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ പരിപാടിക്കും വർക്കിനും കാര്യങ്ങളിലും. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പം വീട്ടിൽ നിന്നും ഇങ്ങനെ ഞാനിപ്പോ പറഞ്ഞതിനോട് കാശ്മീർ ട്രിപ്പിന് പോകുമ്പോൾ ലാപ്പെല്ലാം എടുത്തിട്ട് പോകുന്ന ഒരു ബേസിൽ വന്നത്. അപ്പൊ അവർന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നതാണ്. അപ്പോ നിങ്ങളിപ്പോ ഈ ഒരു ഏജിൽ ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രീഡം കിട്ടും, നമ്മുടെ വർക്ക് എങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റും. എങ്ങനെയെങ്കിലും ഐടിയിൽ നല്ലൊരു പ്ലേസ്ഡ് ആവുക അല്ലേ? അതെ അതെ. കഷ്ടപ്പെടുക തന്നെ. ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ? റിസൾട്ട് കിട്ടാനൊന്നുമില്ല, അതെന്തായാലും കിട്ടണ്ടേ. ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്, എല്ലാവരും ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി എന്താ പ്ലാൻ ഫ്യൂച്ചറിൽ എനിക്ക് കോഡിങ്ങിന് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് പുറത്തെല്ലാം പോകുന്നുണ്ട്. അത് അബ്രോഡ് പോകാൻ? പുറത്ത് പോകാൻ അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ പുറത്തു പോകും. എന്നിട്ട് പിന്നെ നാട്ടില് ഇതേപോലെ തന്നെ അങ്ങനെ ചങ്ങായിമാരോടെല്ലാം എൻജോയ് ചെയ്യണം. അതായത് ഇപ്പോഴുള്ള പോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എൻജോയ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. അതെ അതെ അതെ, അതാണ്. ബ്രദറിനെ നാട്ടിലെത്തിക്കണം. അതെ. വീടിന്റെ പണി ഇപ്പോ ഏതാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആവാനായി. എനിക്കിപ്പം പിന്നെ ഞാനിപ്പോ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാക്കിലേക്ക് എനിക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോ മാക്കിന്റെ ലാപ്പ്, അതായത് ഇതുവരെ എനിക്ക് ലാപ്പെല്ലാം എന്റെ ഏട്ടനാണ് എടുത്തു തന്നത് ഓരോ ഫണ്ടില്. ഇപ്പോ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഇപ്പോ വർക്കിന്റെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഒരു മാക്ക് എനിക്ക് എടുക്കണമെന്നുണ്ട്. അത് ഞാൻ എന്തായാലും എടുക്കുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു ആഗ്രഹത്തിലെങ്കിൽ പോകുന്നു. പിന്നെ ചെറിയൊരു ആഗ്രഹം അതാണ്. പിന്നെ ഒരു വീട് വെക്കണം സ്വന്തമായിട്ട്, അതന്നെ. അതെ. അപ്പോൾ പ്രതുലിന്റെ ആഗ്രഹം അബ്രോഡ് പോയിട്ട് ജോബ് എടുക്കണം എന്നാണ്. എല്ലാം നടക്കട്ടെ, നല്ല പാക്കേജിൽ നല്ല വലിയ ഇനി അടിപൊളിയായിട്ട് പോട്ടെ. വീടെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, ബ്രദറിനെ നാട്ടിൽ സെറ്റിൽ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം നടക്കട്ടെ. എല്ലാത്തിനും മാക്ബിക്കിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നമ്മളായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത്തരം ഡെവലപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.